ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പപ്പായ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി കുറച്ച് ഫ്രഷ് പപ്പായസ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ജ്യൂസർ ജാറിലേക്ക് ഇടുക. കഴിയുന്നത് ഫ്രഷ് എണ്ണ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല പുളിപ്പ് വരും. ഒരു ദിവസമൊക്കെ പഴകിയ മീൻസ് ഫ്രിഡ്ജ് വെച്ച പപ്പായ ആണെങ്കിൽ, അതുകൊണ്ട് ഫ്രഷ് എണ്ണ എടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് 2-3 സ്കൂപ്പ് ഐസ്ക്രീം ഇടുക, വാനില. ആവശ്യത്തിന് ഇടാം, 2-3 സ്കൂപ്പ് മതിയാകും. എന്നിട്ട് വളരെ കുറച്ച് തണുത്ത പാല്, ചൂടായി തണുത്ത പാലായതോ അല്ലാതെ കടയിൽ നിന്ന് തന്നെ വാങ്ങി ഷാർജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാലായാലും മതി. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുക, ആവശ്യത്തിന് പഞ്ചസാര ഇടുക. എന്നിട്ട് ജ്യൂസർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് മാറ്റി ഒഴിക്കുക. കഴിഞ്ഞ് ഇതിൽ ചോക്ലേറ്റ് ഒന്നും ചേരാതെ മീൻസ് ചിലവരൊക്കെ ഗ്ലാസ്സിലെല്ലാം സൈഡിൽ ചോക്ലേറ്റ് ചേർക്കാറുണ്ട്. അതില്ലാതെ ചോക്ലേറ്റും പപ്പായ അത്ര ടേസ്റ്റ് കറക്റ്റ് ആകത്തില്ല, അതുകൊണ്ട് അതില്ലാതെ നോക്കുക, അതില്ലാതെ ഉപയോഗിക്കുക. പിന്നെ വേണമെങ്കിൽ മുകളിൽ ഐസ്ക്രീമും കുറച്ച് വയ്ക്കാം. അത് ഏത് ഫ്ലേവർ വെച്ചാലും മതിയാകും. നമ്മളിപ്പോൾ വാനില തന്നെയാണ് ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ ഇടുക. മാങ്ങ ഇല്ലാതെയും കഴിക്കാവുന്നതാണ്. കുറച്ച് ബ്രെഡിൻ്റെ ക്രംസോ അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെയോ കുറച്ചിടുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.